ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്തായിരിക്കും ഇല്ലെങ്കിൽ ഇന്നത്തെ ചർച്ചാ വിഷയം എന്തായിരിക്കും. അത് ഞാൻ ഒരു പ്രോഡക്റ്റിന് റെമഡീസ് പറയുന്നതിന് മുമ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയും അത് ഉണ്ടാവാനുള്ള കാരണങ്ങളും അത് ഒരു പരിധി വരെ കുറയ്ക്കാനുള്ള കാരണങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. അത് മാക്സിമം നിങ്ങൾ ഈ ഒരു ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അത് വീഡിയോ ലോങ് ആക്കാൻ വേണ്ടിയല്ല, നമ്മൾ എപ്പോഴും അതിന്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് അപ്പം ചോദിക്കാം, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അറിയാത്ത ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ടിട്ട് ഇല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുന്നവരാണ് നിങ്ങൾ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ നെക്ക് ഡാർക്കനിങ്. നമ്മുടെ കഴുത്ത് കറുക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പം നല്ല ഏതൊരു സ്കിൻ ടോൺ ആയിക്കോട്ടെ, കഴുത്തിൽ മാത്രം ഭയങ്കര പിഗ്മെന്റേഷൻ, ഡാർക്കനിങ് ഇങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഇതുണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. കഴുത്ത് ഡാർക്കനിങ് ആവുന്നത് വൺ ഓഫ് ദ മെയിൻ റീസൺ, ഇപ്പം പലർക്കും പല കാരണങ്ങളായിരിക്കും. ഈ സൺ എക്സ്പോഷർ വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ ആണ്. ഇപ്പം അമിതമായിട്ട് നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഡാർക്കനിങ് അത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് പേരുണ്ടല്ലേ പ്രഗ്നൻസി കഴിഞ്ഞ നമ്മുടെ അമ്മമാര്, അപ്പം അവരുടെ കഴുത്ത് ഡാർക്കനിങ് ആവുന്ന ഒരു കമന്റ്സിൽ ഞാൻ കണ്ടു. ചോദിക്കുന്നുണ്ടായിരുന്നു ഡാർക്കനിങ്ങിന് റെമഡി പറഞ്ഞു തരുമെന്ന്. അപ്പം ഞാൻ ആ കമന്റ് ഇട്ടിരുന്നു. അപ്പം അവർക്ക് ഭയങ്കര ഡാർക്കനിങ് ആയിരിക്കും, കാരണം അവർ കഴിക്കുന്ന എന്തോ ടാബ്ലറ്റ്സ് അയണിന്റെ, എനിക്ക് കറക്റ്റ് അറിയില്ല, അതെന്തോ കഴിക്കുന്നത് കാരണമാണ് അവരുടെ ആ ഒരു കഴുത്ത് ഡാർക്ക് ആവാൻ കാരണം. പിന്നെ പറയുന്നുണ്ട് ഇവിടെയും ഉണ്ട് ഏജിങ് ഉണ്ട്, മെയിൻ റീസൺ ആണ്. ഞാൻ ഡാർക്ക് സർക്കിൾസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു അവിടെയും ഏജിങ് ഉണ്ട്. അതേപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ കഴുത്ത് ഡാർക്കനിങ് ആവും. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, അതേപോലെ തന്നെ ഡയബറ്റീസ് ഉണ്ട്, ലിവർ ഡിസീസ് ഉണ്ട്. ഇങ്ങനെയുള്ളവർക്കെല്ലാം നമ്മുടെ കഴുത്ത് ഡാർക്കനിങ് വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ്. അതേപോലെ നമ്മൾ സ്കിൻ കെയർ നന്നായിട്ട് നോക്കുകയല്ല, അതൊക്കെ ഒരു കാരണമാണ്. മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റുന്നതും ഉണ്ട്. അതേപോലെ ഈ ഒരു ഏജിങ് മൂലമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു പരിധി വരെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് റെമഡീസ് പറഞ്ഞുതരാം, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി ഇല്ലേ, മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ വെയിലത്തിരിക്കുന്നെങ്കിലും സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ആ ടർമറിക്കും ലെമണും കൂടെ സ്ക്യൂസ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് നമ്മുടെ കഴുത്തിന് ചുറ്റും ഇടുന്നത് നന്നായിരിക്കും. അതിനകത്തൂടെ കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്താൽ ഒരു സ്ക്രബിങ് പ്രോപ്പർട്ടി കൂടെ ആയി കിട്ടും. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കുക്കുംബറും അലോവേറ ജെല്ലൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ ഓട്ട് മീൽ സ്ക്രബ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ 2 ടീസ്പൂണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് എടുക്കുക, അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചിട്ട്, ഒന്നെങ്കിൽ തേൻ ഒഴിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ലെമണ് യൂസ് ചെയ്ത് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലും ഷുഗറുമാണ്. നമ്മുടെ കോക്കനട്ട് ഓയിലും അതിലേക്ക് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് പൊട്ടറ്റോ ജ്യൂസ്. നമുക്ക് ഇപ്പം നമ്മുടെ ആ ഒരു കഴുത്തിലേക്ക് പൊട്ടറ്റോ ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു എന്താ പറയാ, ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ കഴുത്തിൽ ആ ഒരു പിഗ്മെന്റേഷൻ മാറാൻ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലുതായിട്ട് ഇല്ല, ആ ഒരു കാര്യം മാറ്റാൻ വേണ്ടി ഞാൻ ഒരു പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു പ്രൊഡക്ട്സിൻ്റെയും പേര് പറയാത്തത്. ഒരുപാട് പേര് ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ഇപ്പം നമ്മുടെ വീഡിയോസിൽ, ഇപ്പം അത് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് അവർക്ക് യൂസ്ഫുൾ ആയതാ, നിങ്ങൾക്ക് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൊണ്ട് നടക്കുക, നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുക. ഇനിയിപ്പം ഈവൻ ഞാനായാലും ഒരു കാര്യം നിങ്ങളുടെ ഇത് യൂസ് ചെയ്ത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ജസ്റ്റ് അതിനെക്കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു റിസർച്ച് നടത്തുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം നമ്മുടെ കാര്യത്തിനാണ്, നമ്മുടെ സ്കിൻ കെയറിനാണ്. അപ്പം നമ്മൾ അതിന് നല്ല ഇത് കൊടുത്തേ പറ്റും. അപ്പം എപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഡയറക്റ്റ് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ട് അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ മതി കേട്ടോ. ഇപ്പം എനിക്ക് പറ്റുന്നത്, ഞാൻ എപ്പോഴും പറയും എനിക്ക് പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അതുകൊണ്ട്
അതെല്ലാം കണ്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്ത് പോവുക. നെക്ക് ഡാർക്കൻ കാരണം ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കാരണങ്ങളും കൊണ്ടാണ് നിങ്ങൾ നെക്ക് ഡാർക്ക് ആവാൻ കൂടുതൽ ചാൻസസ്. അപ്പൊ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഹോം റെമഡീസ് പറ്റുന്നില്ല, എന്നിട്ടും വർക്ക് ആവുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ തന്നെ കാണുക കേട്ടോ. ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഒരു പ്രോഡക്ട്സും, അതുകൊണ്ടാണ് ഞാനൊരു പ്രോഡക്റ്റിന്റെ പേരെടുത്ത് പറയാത്തത്. അപ്പം നമ്മുടെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത്രയും കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.